കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കദളി വാഴ പൂക്കളിൽ ആകെ തെന്നിറഞ്ഞോ, ഓ ആകെ തെന്നിറഞ്ഞോ. ഈ പറഞ്ഞു വരുമ്പം നമ്മുടെ ഈ കാര്യങ്ങളിൽ ഒന്നും ഒരുത്തിനും ഇടപെടില്ല എന്ന് പറയുന്നത് സത്യമല്ലേ? നീ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിൻ്റെ കൂടി എത്ര പ്രാവശ്യം പറഞ്ഞില്ല അവൻ നീ ഒന്ന് വന്ന് സംസാരിക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കാനായിട്ട് നീ കേട്ടാ ഇല്ലല്ലേ? അപ്പൊ ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ. എന്തൊരു പറവാനെ കൊണ്ട് ചെല്ല എൻ്റെ പപ്പനാവോ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു റേഡിയോ കാലത്തിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ. എന്തായാലും കാലയിലയറുണ്ട് മരം, കാലയിലയറുണ്ട് മരം, സർക്കാർ വെച്ച മരം, ജോറാന മരുത മരം, അങ്ങനെ ഒരു സാധനം. ഇത് പാടിക്കഴിഞ്ഞപ്പോ തമിഴ് പാട്ടിന്റെ ഒരു ശരിക്കും പറഞ്ഞാൽ തമിഴ് ഫോക്കാണ്. അതിങ്ങനെ ഈ കാളവണ്ടിയിലൊക്കെ ഇരുന്ന് രാവിലെ ഇങ്ങനെ കാളവണ്ടി പോകുമ്പോ പാടുന്ന പോലെയാണ് ആ പാട്ട്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ്, ഇന്നും നേതാവ്, വാളെടുക്കണം വലവിരിക്കണം. അത് ഒരു പ്രത്യേക ടോണിലാണ് എന്നെ വിദ്യാസാഗർ സാർ പാടിച്ചത്. വിദ്യാസാഗർ സാറിൻ്റെ ഒക്കെ പാട്ട് പാടാൻ കഴിഞ്ഞു എന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. ബാഹുബലി 2 അതിൽ എന്നെ പാടാൻ വിളിച്ചു. ഹൈദരാബാദിൽ നിന്നാണ് കോള്. എനിക്ക് തോന്നുന്നു മലയാളം വേർഷന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അത് അടുത്ത ദിവസം തന്നെ ഞാൻ ഹൈദരാബാദിലെത്തണം. അപ്പോൾ ഞാൻ അന്ന് ദേവികുളം ആകാശവാണിയിൽ ജോലി ചെയ്യുന്ന സമയം ദേവികുളത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്താണ്, അവിടുന്ന് ബസ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു മാർഗ്ഗമില്ല വരാൻ. അപ്പോൾ പറഞ്ഞു എറണാകുളത്ത് എത്തിയാൽ മതി, അവിടുന്ന് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാം. പക്ഷേ പിറ്റേ ദിവസം തന്നെ അവിടെ എത്തണം.